ഐഡന്റിറ്റിയിൽ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. സർക്കാർ ആനുകൂല്യങ്ങളും സേവനങ്ങളുമൊക്കെ ലഭിക്കുന്നതിന് ആധാർ കാർഡിന് വളരെയധികം പങ്കുണ്ട്. ആധാർ കാർഡിൽ വീണ്ടും പുതിയ അപ്ഡേറ്റ് വരാൻ പോകുകയാണ്. പുതിയ അപ്ഡേറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ആധാർ ഉപയോഗം കൂടുതൽ ലളിതമാകാൻ സഹായിക്കുന്നതായിരിക്കും. പുതിയ ഒരു ആപ്പ് അവതരിപ്പിക്കാൻ പോകുകയാണ്. ഈ ആപ്പ് വരുന്നതോടെ ഡിജിറ്റൽ രൂപത്തിൽ എല്ലായിടത്തും ആധാർ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു QR കോഡ് വഴി ആധാറിന്റെ പൂർണ്ണമായോ അല്ലെങ്കിൽ മാസ്ക് ചെയ്തോ ആയ പതിപ്പ് അയക്കാൻ അനുവദിക്കുന്നു. ഉടൻ തന്നെ ഈ ആപ്പ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വരുന്നതോടെ സ്വന്തമായി തന്നെ ആധാർ അപ്ഡേറ്റുകൾ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ്. സ്വന്തമായി തന്നെ മേൽവിലാസം, ഫോൺ നമ്പർ, പേര്, ജനനത്തീയതി എന്നിവ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നവംബർ മുതലായിരിക്കും ഈ പുതിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതകൾ ഉള്ളത്. വിരലടയാളവും ഐറിസ് സ്കാനും മാത്രം ആധാർ എൻറോൾമെന്റ് സെന്ററിൽ നേരിട്ടെത്തി നൽകിയാൽ മതിയാകും. പുതിയ ആപ്പ് വരുന്നതോടെ വ്യാജരേഖകളുടെ അപകട സാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്ഡേറ്റ് പ്രക്രിയകൾ വേഗത്തിൽ ചെയ്യാനും സാധിക്കും. ബാങ്കിംഗ് സേവനം, സർക്കാർ സേവനങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിന് ആധാർ കാർഡിന് വളരെയധികം പങ്കുള്ളതാണ്. അതിനാൽ തന്നെ ആധാർ വേഗത്തിൽ പുതുക്കാൻ സാധിക്കുന്നത് ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗമുള്ള ഒന്ന് തന്നെയായിരിക്കും. ആധാറിന്റെ ദുരുപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ആപ്പിൽ QR കോഡ് നൽകുന്നതുമായിരിക്കും. ആധാർ എടുത്ത് 10 വർഷം കൂടുമ്പോൾ ആധാർ പുതുക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്താലേ പല ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. കൂടാതെ 5 വയസ്സിലും 15 വയസ്സിലും കുട്ടികൾ ബയോമെട്രിക്സ് ചെയ്യേണ്ടതുണ്ട്. 5 വയസ്സിലെ ബയോമെട്രിക്സ് 7 വയസ്സുവരെ സൗജന്യമായി ചെയ്യാൻ സാധിക്കും. 15 വയസ്സിലേത് 17 വയസ്സുവരെയും സൗജന്യമായി ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ ആപ്പ് വരുന്നതോടെ ആധാർ കാർഡ് ഡിജിറ്റൽ മാർഗത്തിലൂടെ അയക്കാൻ സാധിക്കും. ഇത് QR കോഡ് വഴി ആധാറിന്റെ പൂർണ്ണമായോ മാസ്ക് ചെയ്തോ ആയ കോപ്പി അയക്കാൻ സാധിക്കുന്നതുമാണ്. ആധാറിന്റെ ദുരുപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ മാറ്റം വരാൻ പോകുന്നത്. നവംബർ മാസത്തിലായിരിക്കും ഈ പുതിയ മാറ്റം വരാൻ പോകുന്നത്. പുതിയ ആപ്പ് വരുന്നതോടെ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്.